എല്ലാവർക്കും ഈസി ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പഠിക്കാനുള്ളത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാപ്റ്ററാണ്. റെബേക്ക ദ ചേഞ്ച് മേക്കർ. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇത് യൂണിറ്റ് 3 വരുന്നതാണ്. യൂണിറ്റ് 3യുടെ പേര് ടെൻഡർ ഷൂട്ട്സ് എന്നാണ് കേട്ടോ. ടെൻഡർ ഷൂട്ട്സ്. അപ്പോൾ അതിൽ വരുന്നതാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന വായിക്കാണ്. We have seen that excess of water can result in a calamity. നമ്മൾ കണ്ടു, we have seen, നമ്മൾ കണ്ടു. എന്താ കണ്ടത്? That excess of water, excess എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്നാണ് അർത്ഥം, ഇഷ്ടം പോലെ. So excess of water, ഒരുപാട് വെള്ളം, can result എന്ന് പറഞ്ഞാൽ കാരണമാകും. റിസൾട്ടിന് ഇവിടെ കോസ്, കാരണമാകുക എന്നാണ് അർത്ഥം. So can result, കാരണമായേക്കാം, ഇൻ എ കലാമിറ്റി. കലാമിറ്റി എന്ന് പറയുമ്പോൾ പ്രളയം പോലെയുള്ള ദുരന്തമാണ് കലാമിറ്റി എന്നുള്ള വേർഡിന് അർത്ഥം കേട്ടോ. സോ ഒരുപാട് വെള്ളം എന്താണ് നമുക്കത് ദുരന്തമായി മാറാം. ഇവിടെ തൊട്ട് മുമ്പ് ഒരു ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഫ്ലഡ്സ് പ്ലേ ഹവക് വിത്ത് ലൈവ്സ് ഇൻ കേരള. അപ്പോൾ ഇവിടെ കേരളത്തിലെ ഫ്ലഡിൻ്റെ ഒരു ന്യൂസ് റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ബേസ് കൊണ്ടാണ് ഈ പറയുന്നത്. ഇനി സ്കാസിറ്റി ഓഫ് വാട്ടർ. സ്കാസിറ്റി എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ, തീരെ ഇല്ല. സ്കാസിറ്റി ഓഫ് വാട്ടർ, വെള്ളമില്ലാത്ത അവസ്ഥ. ക്യാൻ ഓൾസോ ബി എ പ്രോബ്ലം, അതും ഒരു പ്രശ്നമായേക്കാം. അപ്പോൾ കേരളത്തിൽ ഫ്ലഡൊക്കെ വന്നപ്പോൾ വെള്ളം കൂടിയിട്ടുള്ള പ്രശ്നമായിരുന്നു. എന്നാൽ അതേപോലെ തന്നെ വരൾച്ചയും ഒരു പ്രശ്നമാണ്. അപ്പോൾ സ്കാസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളമില്ലാത്ത അവസ്ഥ, വരൾച്ചയാണ്. സോ അതും ഒരു പ്രശ്നമാണ്. നൗ ലെറ്റ്സ് റീഡ് എ സ്റ്റോറി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന റെബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന ഈ ഒരു ചാപ്റ്ററിൽ വരൾച്ചയെക്കുറിച്ച്, വെള്ളമില്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് കെനിയിലാണ് കഥ നടക്കുന്നത്. അപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത് ഒലിവിയ വുഡാണ് കേട്ടോ. ഇനി 5ാം ക്ലാസ്സിലെ മറ്റ് ലെസൺസ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഈസി ഇംഗ്ലീഷിൻ്റെ പ്ലേലിസ്റ്റ് സെക്ഷൻ പോയാൽ മതി. അവിടെ 5ാം ക്ലാസ് മാത്രമല്ല, 1ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള എല്ലാ ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൺസ്, എല്ലാ ചാപ്റ്റേഴ്സും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അവിടെ പോയാൽ നിങ്ങൾക്ക് മറ്റ് ലെസൺസും പഠിക്കാം. നമുക്ക് നേരെ ലെസണിലേക്ക് പോകാം. ഇൻ ദ ലാൻഡ് ഓഫ് മസായ് ഇൻ സൗത്ത് വെസ്റ്റ് കെനിയ there was a girl named Rebecca. സൗത്ത് വെസ്റ്റ് കെനിയയിൽ, കെനിയ ഒരു രാജ്യമാണ് കേട്ടോ, ആഫ്രിക്കയിലെ. സോ സൗത്ത് വെസ്റ്റ് കെനിയയിലെ മസായി എന്ന പ്രദേശത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് റെബേക്ക. സോ റെബേക്കയാണ് നമ്മുടെ കഥയിലെ പ്രൊറ്റാഗണിസ്റ്റ്. പ്രൊറ്റാഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ക്യാരക്ടർ, പ്രധാനപ്പെട്ട കഥാപാത്രം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ ക്യാരക്ടർ അല്ലെങ്കിൽ പ്രൊറ്റാഗണിസ്റ്റ് എന്ന് പറയുന്നത് റെബേക്കയാണ്. ഇനി ഹെർ ഫാമിലി കെപ്റ്റ് കാറ്റിൽ. അവളുടെ ഫാമിലി, കുടുംബം, അവർ വളർത്തിയിരുന്നു. ഇവിടെ കെപ്റ്റ് എന്ന് പറഞ്ഞാൽ വളർത്തി എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. കാറ്റിൽ ഇവിടെ കന്നുകാലികളെ വളർത്തിയിരുന്നു. ഷീപ്പ്, ചെമ്മരിയാടിനെ വളർത്തിയിരുന്നു. ആൻഡ് ഗോഡ്സ്, ആടുകളെ വളർത്തിയിരുന്നു. ആൻഡ് ഡിപ്പെൻഡ് ഓൺ ഫാമിങ് ദി ലാൻഡ് ഫോർ ഫുഡ്. ഇനി അവർ ഭക്ഷണത്തിന് ആശ്രയിച്ചത് കൃഷിയെ ആയിരുന്നു. ഭൂമിയിൽ പലതും കൃഷി ചെയ്തിട്ടുള്ള അത് അവർ ഭക്ഷിച്ചു. സോ ഡിപ്പെൻഡ് ഓൺ എന്ന് പറഞ്ഞാൽ ആശ്രയിച്ചു, ഫാമിങ് കൃഷി. ഓക്കെ, അപ്പോൾ ഭക്ഷണത്തിന് അവരെന്താണ്, കൃഷിയെ ആശ്രയിച്ചു. ആഫ്റ്റർ സ്കൂൾ ടൈം, സ്കൂള് പോയി വന്നതിന് ശേഷം റെബേക്ക യൂസ്ഡ് ടു ഹെൽപ്പ് ഹെർ ഫാമിലി. യൂസ്ഡ് ഹെൽപ്പ്, യൂസ്ഡ് എന്ന് പറയരുത് കേട്ടോ, അത് ഭയങ്കര ബോർ ഇംഗ്ലീഷാണ്. യൂസ് ടു ഹെൽപ്പ് എന്ന് പറയണം. കേൾക്കുമ്പോൾ അങ്ങനെ കേൾക്കുള്ളൂ, നിങ്ങൾ യൂസ്ഡ് എന്ന് പറയരുത്. സോ യൂസ് ടു ഹെൽപ്പ് ഹെർ ഫാമിലി. അപ്പോൾ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ അവൾ ഫാമിലി, കുടുംബത്തിനെ സഹായിക്കും, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സഹായിക്കും. ആൻഡ് ടേക്ക് കെയർ ഓഫ് ദ ആനിമൽസ് ഓൺ ദ ഫാം. ഇനി ഫാമിൽ ആനിമൽസ് ഉണ്ട്, മൃഗങ്ങൾ. നേരത്തെ പറഞ്ഞല്ലോ, കാറ്റൽ, ഷീപ്പ്, ഗോഡ്സ്, ഇവരൊക്കെ ഇവളെന്ത് ചെയ്യും, ടേക്ക് കെയർ ചെയ്യും. ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡിഡ് റെബേക്കാസ് ഫാമിലി ഡു ഫോർ എ ലിവിങ്? അവർ നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് റെബേക്കയുടെ ഫാമിലി എന്തായിരുന്നു ചെയ്തിരുന്നത്? നമ്മൾ കണ്ടു, മുകളിൽ നോക്കാം. സോ ഹെർ ഫാമിലി എന്നുള്ളത് റെബേക്കാസ് ഫാമിലി നോക്കാം. എന്നിട്ട് പറഞ്ഞു നോക്കൂ. റെബേക്കാസ് ഫാമിലി കെപ്റ്റ് കാറ്റിൽ, ഷീപ്പ് ആൻഡ് ഗോഡ്സ് ആൻഡ് ഡിപ്പെൻഡഡ് ഓൺ ഫാമിങ് ദ ലാൻഡ് ഫോർ ഫുഡ്. കണ്ടോ? അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത ഭാഗം നോക്കാം. ഓൺ എ വെരി ഹോട്ട് ഡേ, നല്ല ചൂടുള്ള ഒരു ദിവസം, റെബേക്ക ഫൗണ്ട് ഹെർ മദർ ക്രൈയിങ്. അവളുടെ അമ്മ ഉറക്കെ പറയാണ്, ഭയങ്കര വിഷമിച്ച് പറയാണ്,
അവർ ക്രോപ്സ് ഹാവ് ബീൻ ബാഡ് ദിസ് ഇയർ. ക്രോപ്സ് വിളവാണ്. നമ്മുടെ വിളവ്, കൃഷിയിലെ വിളവ് ഒന്നും ഇപ്രാവശ്യം വളരെ മോശമാണ്, നമുക്ക് നല്ല വിളവില്ല ഇപ്രാവശ്യം. ഷീ സെഡ്, അമ്മ പറയാം. എന്നിട്ട് പറയാം, നൗ അവർ ഗോഡ്സ് ആൻഡ് ഷീപ്പ് മൈറ്റ് ഡൈ. ഇനി അത് മാത്രമല്ല, നമ്മുടെ ആടുകളും ചെമ്മരി ആടുകളും മൈറ്റ് ഡൈ, ചത്തേക്കാം, മരിച്ചേക്കാം. മൈറ്റ് എന്ന് പറഞ്ഞാൽ ചാൻസ് ഉണ്ട് എന്നാണ് ഇവിടെ അർത്ഥം. മൈറ്റിന് വേറെ അർത്ഥം കേട്ടോ, ശക്തി എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ മൈറ്റ് ഡൈ എന്ന് പറഞ്ഞാൽ ചത്തേക്കാം, മരിച്ചേക്കാം. കാരണം എന്താണ്, അവർക്ക് തിന്നാനൊന്നുമില്ല, അപ്പോൾ അവ മരിച്ചേക്കാം എന്ന് പറയാം. ലേറ്റർ അറ്റ് സ്കൂൾ, അന്ന് സ്കൂളിൽ പോയതിന് ഇത് കേട്ടു ആര്, നമ്മുടെ റെബേക്ക കേട്ടു. ശേഷം അവൾ സ്കൂളിൽ പോവാണ്. ലേറ്റർ അറ്റ് സ്കൂൾ, സ്കൂളിൽ വെച്ചിട്ട് റെബേക്ക ആസ്ക്ഡ് ഹെർ ടീച്ചർ why there had been so little rain that year. അപ്പോൾ റെബേക്ക സ്കൂളിൽ പോയിട്ട് ടീച്ചറോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം സോ ലിറ്റിൽ റെയിൻ, വളരെ കുറച്ച്, ലിറ്റിൽ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് റെയിൻ, മഴ ഇപ്രാവശ്യം എന്തുകൊണ്ടാണ് ഇത്രയും കുറച്ച് മഴ ഇപ്രാവശ്യം വന്നതെന്ന് ടീച്ചറോട് ചോദിക്കുന്നു. അതിൽ പറയാണ് ടീച്ചർ, വി ഹാവ് ഹാഡ് മെനി ഡേയ്സ് വിതൗട്ട് റെയിൻ സെഡ് ഹെർ ടീച്ചർ. നമുക്ക് റെയിൻ ഇല്ലാത്ത, മഴയില്ലാത്ത കുറേ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വി ഹാവ് ഹാഡ് മെനി ഡേയ്സ് വിത്തൗട്ട് റെയിൻ, റെയിൻ ഇല്ലാത്ത, മഴയില്ലാത്ത ഒരുപാട് ദിവസങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. സെഡ് ഹെർ ടീച്ചർ, വെൻ വി ഹാവ് നോ റെയിൻ, നമ്മൾക്ക് മഴയില്ലാതാകുമ്പോൾ പ്ലാന്റ്സ് കനോട്ട് ഗ്രോ. കനോട്ട് എന്ന് പറഞ്ഞാൽ കഴിയില്ല, ഗ്രോ വളരുക. സോ റെയിൻ ഇല്ലെങ്കിൽ, മഴയില്ലെങ്കിൽ ചെടികൾക്ക്, മരങ്ങൾക്ക് വളരാൻ സാധിക്കില്ല. ഇഫ് ദർ ആർ നോ ക്രോപ്സ് ഫോർ ഫുഡ്, ഇവിടെ നമുക്കിനി ക്രോപ്സ് വിളവില്ലെങ്കിൽ, അതായത് ഇപ്പോൾ അവരുടെ നാട്ടിൽ ഗോതമ്പ് മറ്റു കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ചോളോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് പിന്നെ ഇല്ലെങ്കിൽ, നമ്മുടെ നാട്ടാണെങ്കിൽ അരിയാണല്ലേ, സോ അരി ഇല്ലെങ്കിൽ, നമ്മുടെ നാട്ടാണെങ്കിൽ അരിയാണ്, അവർക്ക് എന്താണോ അവിടുത്തെ വിളവ്, ആ വിളവ് ക്രോപ്സ് ഇല്ലെങ്കിൽ, നോ ക്രോപ്സ് ഫോർ ഫുഡ് ആൻഡ് നോ വാട്ടർ ടു ഡ്രിങ്ക്, ഇനി കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ഭക്ഷണവും ഇല്ലെങ്കിൽ അവർ ആനിമൽസ് വിൽ ഡൈ, നമ്മുടെ മൃഗങ്ങൾ മരിച്ചു പോകും. എവ്രി വൺ ഇൻ ദ ക്ലാസ് വാസ് ക്വയറ്റ്. ക്വയറ്റ് എന്ന് പറഞ്ഞാൽ ശാന്തമായി. അപ്പോൾ ആനിമൽസ് മരിച്ചു പോകും, വെള്ളവും ഭക്ഷണവും ഇല്ലെങ്കിൽ എന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ എല്ലാവരും നിശബ്ദരായി. ഫോർ എ മൊമെന്റ്, ഒരു സെക്കൻഡ് എല്ലാവരും മിണ്ടാതിരുന്നു കുട്ടികൾ. ദേ വർ വറീഡ് അബൌട്ട് ദെയർ ഫാമിലീസ്, ദെയർ ആനിമൽസ് ആൻഡ് ദെയർ കമ്മ്യൂണിറ്റി. ഈ കുട്ടികളാകെ വെറീഡായി, ടെൻസ്ഡായി, ടെൻഷൻ അടിച്ചു. എബൌട്ട് ദെയർ ഫാമിലീസ്, അവരുടെ കുടുംബത്തെ ഓർത്ത്. ദെയർ ആനിമൽസ്, അവരുടെ വീട്ടിലെ മൃഗങ്ങളെ, കന്നുകാലികളെ ഓർത്ത്. ആൻഡ് ദെയർ കമ്മ്യൂണിറ്റി, അവരുടെ ആ ഒരു സമൂഹം, ആ ജനക്കൂട്ടം, അവരുടെ ആ ഒരു പ്രദേശത്തെ ആൾക്കാരെ ആലോചിച്ച് കുട്ടികളാകെ ടെൻഷൻ അടിച്ചു. ഇനി അത് സ്കൂൾ ലൈബ്രറിയിൽ വെച്ച് റെബേക്ക സെർച്ച്ഡ് ഫോർ മോർ ഇൻഫർമേഷൻ അബൌട്ട് ദി റെയിൻ. ഇന്നാണെങ്കിൽ നമുക്ക് മൊബൈലുണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്, ചാറ്റ് GPT ഉണ്ട്, ഗൂഗിളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് എന്താണ്, ലൈബ്രറിയിൽ പോയിട്ടാണ് നോക്കുന്നത്. ഇന്നും ലൈബ്രറീസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിനേക്കാളേറെ എന്താണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പിന്നെ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും ഒക്കെ ആണെന്ന് മാത്രം. എനിവേ, സ്കൂൾ ലൈബ്രറിയിൽ പോയിട്ട് റെബേക്ക ഇൻഫർമേഷൻ, റെയിനിൻ്റെ അബൌട്ട് ദ റെയിനിൻ്റെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷനെ പുസ്തകങ്ങളെല്ലാം നോക്കി. വാട്ട് ഷീ ലേൺഡ് അലാംഡ് ഹെർ, അവൾ അവിടെ പോയി പഠിച്ച കാര്യം, പുസ്തകം വായിച്ച് മനസ്സിലാക്കിയ കാര്യം അലാംഡ് ഹെർ എന്ന് പറഞ്ഞാൽ അവളെ ടെൻഷൻ അടുപ്പിച്ചു. ദ ഹോൾ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ, ഈ ലോകം മുഴുവൻ എന്താണ്, ചൂടായിക്കൊണ്ടിരിക്കുന്നു, ചൂട് കൂടി വരുന്നു. ആൻഡ് ദർ ഈസ് ലെസ് റെയിൻ, വളരെ കുറച്ച് മാത്രമേ റെയിനുള്ളൂ ലോകത്ത്, കാരണം ദൂരം പ്രതി ചൂട് കൂടി വരുന്നു. ഷീ ലേൺഡ് എ ന്യൂ ടേം, മാത്രമല്ല അവളൊരു പുതിയ പദം, ടേം, വാക്ക് പഠിച്ചു. എന്താ വാക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രയോഗം, അല്ലെങ്കിൽ ആ ഒരു ഫ്രേസ്? ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനം. എന്താ വ്യതിയാനം എന്ന് പറഞ്ഞാൽ? മാറ്റം. ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ മാറ്റം. അതായത് നമ്മൾ കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, ഒരു സന്ദർഭം എടുക്കുകയാണെങ്കിൽ, കേരളത്തിലിപ്പോൾ അറിയാലേ, നമ്മൾ മഴയാണെങ്കിൽ മഴ കിട്ടാത്ത സമയത്ത് ചിലപ്പോൾ ശക്തമായിട്ട് മഴ പെയ്യാം, നോർമലായിട്ട് മഴ പെയ്യേണ്ടടുത്ത് നന്നായിട്ട് മഴ പെയ്യാം,
മഴക്കാലത്തിൻ്റെ സമയത്ത് ചൂട് കൂടുക, അങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുക. ഇതാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞത്. പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി അങ്ങനെ പറഞ്ഞത് മാത്രം. സോ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള വാക്ക് ഇവള് പുതിയ വാക്ക് അവിടെ പഠിച്ചു. കാർസ്, ബസ്സസ് ആൻഡ് എയ്റോപ്ലെയിൻസ് ആർ പൊല്യൂട്ടിങ് ദി എയർ. പൊല്യൂട്ടിങ് എന്ന് പറഞ്ഞാൽ മലിനമാക്കുക, കേടുവരുത്തുക. സോ എയർ, അന്തരീക്ഷത്തെ, വായുവിനെ മലിനമാക്കുകയാണ് കാറിന്നും ബസ്സൊന്നും എയ്റോപ്ലെയിനും ഒക്കെയുള്ള പിന്നെ കാറിന്നും മറ്റൊക്കെ ഉള്ള പുകയും കാര്യങ്ങളൊക്കെ പോയിട്ട് ഇതിനെ മലിനപ്പെടുത്തുന്നു. ട്രീസ് ആർ ബീങ് കട്ട് ഡൗൺ. മരങ്ങളെല്ലാം വെട്ടിമാറ്റപ്പെടുന്നു. ആൻഡ് യൂസ് ടു മേക്ക് ബിൽഡിങ്സ് ഉണ്ടാക്കാൻ ആ സ്ഥലം എന്ത് ചെയ്യുന്നു? ബിൽഡിംഗ് ഉണ്ടാക്കുന്നു. ഹ്യൂജ് പൈൽസ് ഓഫ് ട്രാഷ് എന്ന വേസ്റ്റ് ആണ്. പൈൽസ് എന്ന് പറഞ്ഞ കൂട്ടം, ഹ്യൂജ് ഒരുപാട്. അതുകൂടെ ഹ്യൂജ് എന്ന് പറഞ്ഞാൽ ഒരുപാട്, പൈൽസ് കൂട്ടം, ഓഫ് ട്രാഷ് വേസ്റ്റ്. അപ്പോൾ ഒരുപാട് വേസ്റ്റിന്റെ കൂട്ടം ആർ തോട്ട്ലെസ്ലി ബറീഡ് ഇൻ ദി ഗ്രൗണ്ട്. വെറുതെ അങ്ങനെ അലക്ഷ്യമായിട്ട് യാതൊരു അന്തമില്ലാതെ, അതാണ് തോട്ട്ലെസ്ലി, യാതൊരു ചിന്തിക്കാതെ യാതൊരു അന്തമില്ലാതെ എന്താണ് അപ്പോൾ എല്ലാം ഗ്രൗണ്ടിൽ വെറുതെ അങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു. ഓൾ ദീസ് ആക്ടിവിറ്റീസ് ആർ ഹാമിങ് നേച്ചർ. ഈ കാര്യങ്ങളെല്ലാം എന്താണ്? പ്രകൃതിയെ ഹാം ചെയ്യുന്നു, ഉപദ്രവിക്കുന്നു. റെബേക്ക ഫെൽറ്റ് സാഡ്. റെബേക്കക്ക് ആകെ സങ്കടമായി. വാട്ട് ക്യാൻ ഐ, ജസ്റ്റ് എ ലിറ്റിൽ ഗേൾ, ഡു ടു ഹെൽപ്പ് ദ ഹോൾ വേൾഡ്? ഷി വണ്ടേർഡ് എന്ന് പറഞ്ഞാൽ അവൾ അത്ഭുതത്തോടെ ചിന്തിച്ചു, അല്ലെങ്കിൽ വളരെ എന്താണ്, വളരെ അഗാധമായിട്ട് അവൾ ചിന്തിച്ചു. ഞാനൊരു ചെറിയ പെൺകുട്ടിയാണ്, എനിക്കെന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ ഇനി ഇവിടെ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വൈ വാസ് റെബേക്കാസ് മദർ സാഡ്? എന്തുകൊണ്ടാണ് റെബേക്കയുടെ മദർ സാഡ് ആയത്, വിഷമിച്ചത്? എന്താണ് കാരണം? റെബേക്കാസ് മദർ സാഡ് ആവാൻ കാരണം എന്താ? റെബേക്കാസ് മദർ വാസ് സാഡ് ബിക്കോസ് ദർ വാസ് നോ റെയിൻ ആൻഡ് നോ വാട്ടർ ആൻഡ് ഷീ തോട്ട് ദാറ്റ് ഇഫ് ദാറ്റ് കണ്ടിന്യൂഡ് ദർ ആനിമൽസ് വുഡ് ഡൈ. അല്ലേ, മഴയില്ലാതെ പോയാൽ അവരുടെ ആനിമൽസ് മരിക്കും എന്നുള്ളതാണ് റെബേക്കയുടെ അമ്മ ടെൻഷൻ അടിച്ചത്. അല്ലേ, മാത്രമല്ല ദർ വാസ് നോ ക്രോപ്പ് ദാറ്റ് ഇയർ, അല്ലെങ്കിൽ ദർ വാസ് നോ എക്സ്പെക്റ്റഡ് ക്രോപ്സ് ദാറ്റ് ഇയർ, അങ്ങനെയൊക്കെ പറയാം. ഇനി വാട്ട് ന്യൂ ഇൻഫർമേഷൻ ഡിഡ് റെബേക്ക ഗെറ്റ് ഫ്രം ദ ലൈബ്രറി? ലൈബ്രറിയിൽ നിന്നും എന്ത് പുതിയ ഇൻഫർമേഷനാണ് റെബേക്ക കിട്ടിയത്? അവൾ മെയിനായിട്ട്, അതായത് റെബേക്ക ലേൺഡ് എ ന്യൂ ടേം ക്ലൈമറ്റ് ചേഞ്ച്. അല്ലേ, അതാണ് മെയിനായിട്ട് പഠിച്ചത്. മാത്രമല്ല അടുത്തൊരു പോയിന്റ് കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. Cars, buses and aeroplanes are polluting the air. Trees are being cut down and used to make buildings. Huge piles of trash are thoroughly buried in the ground. All these activities are harming nature. ഇത്രയും അതിൽ വരുന്നുണ്ട്. പക്ഷെ മെയിനായിട്ട് നിങ്ങൾ പറയേണ്ടത് ഷീ ലേൺഡ് ദ ടേം ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ്. പക്ഷെ ആ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാരണമാണ് അതിനുശേഷം വരുന്ന ഹാമിങ് നേച്ചർ വരെയുള്ള ഭാഗം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. റെബേക്ക ഡിസൈഡഡ് ടു ടോക്ക് ടു ഹെർ ടീച്ചർ അബൌട്ട് വാട്ട് ഷീ ഹാഡ് ലേൺഡ്. ലൈബ്രറി പോയിട്ട് ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എന്താ നമ്മൾ പഠിച്ചു, അതിൻ്റെ കാരണങ്ങളും കണ്ടു. ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ റെബേക്ക അവളുടെ ടീച്ചർ അടുത്തിട്ട് പോയി ചോദിക്കണം. ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം ഫോർ ദി എർത്ത്, ഹെർ ടീച്ചർ എക്സ്പ്ലെയിൻഡ്. ഈ ഭൂമിയിലെ ഒരു വലിയ പ്രോബ്ലമാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളത് അവളുടെ ടീച്ചർ പറയുന്നു. ബട്ട് ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് വി ക്യാൻ ഡു ടു ഹെൽപ്പ്, ലൈക്ക് പ്ലാന്റിങ് ട്രീസ് ടു മേക്ക് നേച്ചർ സ്ട്രോങ്കർ. അപ്പം ഇതൊരു വലിയ ഇഷ്യൂ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. അതിലെന്താണ് ഒന്ന്? ലൈക്ക് പ്ലാന്റിങ് ട്രീസ്, മരങ്ങൾ കുഴിച്ചിടുക, ചെടി കുഴിച്ചിടാം, അല്ലെങ്കിൽ അതിൻ്റെ തൈകൾ കുഴിച്ചിടുക. ടു മേക്ക് നേച്ചർ സ്ട്രോങ്കർ, അപ്പോൾ നമ്മൾ എന്താണ്? പ്രകൃതിയെ ശക്തിപ്പെടുത്തുന്നു. ആസ് റെബേക്ക വാക്ക്ഡ് ഹോം, റെബേക്ക വീട്ടിൽ പോയ സമയത്ത് ഇറ്റ് വാസ് വെരി ഹോട്ട്, നല്ല ചൂടുള്ള സമയമായിരുന്നു, മഴയില്ലല്ലോ. ആൻഡ് ഷീ സ്റ്റോപ്ഡ് ടു ഡ്രിങ്ക് ഫ്രം ഹെർ വാട്ടർ ബോട്ടിൽ, അവളുടെ വാട്ടർ ബോട്ടിലിൽ നിന്നും വെള്ളം എടുത്ത് അവൾ കുടിച്ചു. ഷീ കുഡിൻറ്റ് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ദ ലാക്ക് ഓഫ് റെയിൻ. അവൾക്ക് ഈ ലാക്ക് ഓഫ് റെയിൻ, മഴയില്ലാത്ത അവസ്ഥ, വരൾച്ചയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഷീ കുഡിൻറ്റ് സ്റ്റോപ്പ് തിങ്കിങ്, ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞു. അവളുടെ ചിന്ത മുഴുവനും റെയിൻ എന്താ വരാത്തത് എന്നുള്ളതിനെ കുറിച്ചാണ്. ആൻഡ് ഹൗ ഇറ്റ് വാസ് അഫക്റ്റിംഗ് ദി എൻവയറൺമെന്റ്,
അഫക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ബാധിക്കുക, എൻവയറൺമെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ എന്താ പറയാ പരിസ്ഥിതി, അവിടെ പരിസ്ഥിതി എങ്ങനെയാണ് ഇത് ബാധിക്കുക എന്നുള്ള കുറിച്ച് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷീ വാണ്ടഡ് ടു ഹെൽപ്പ് ഹെർ കമ്മ്യൂണിറ്റി, ആ ഒരു സമൂഹത്തിന് അവിടെ ചുറ്റുപാടുള്ള ആൾക്കാരെ അവൾക്ക് സഹായിക്കണമെന്നുണ്ട്. ദെൻ ഷീ ഗെറ്റ്സ് ആൻ ഐഡിയ, അപ്പോൾ അവൾക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടി. I've learned so much about climate change, she thought. ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച്. ലൈബ്രറി പോയിട്ട് ക്ലൈമറ്റ് ചേഞ്ച് എന്താണെന്നും അതിന് കാരണം എന്താണെന്നുള്ളത് പഠിച്ചല്ലോ. അവൾ ചിന്തിച്ചു. ഇനിയോ, ഇറ്റ് വുഡ് ഹെൽപ്പ് ഇഫ് എവ്രി വൺ ന്യൂ അബൌട്ട് ദിസ് പ്രോബ്ലം. ഇപ്പോൾ റെബേക്കയ്ക്ക് മാത്രമേ പ്രശ്നം എന്താണെന്ന് അറിയുള്ളൂ. എല്ലാവർക്കും ഈ പ്രശ്നം എന്താണ്, ക്ലൈമറ്റ് ചേഞ്ച് എന്താണ്, ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ then together we could work out a solution. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയുകയാണെങ്കിൽ എന്താണ്, അത് വളരെ സഹായകരമായിരിക്കും. ഇറ്റ് വുഡ് ഹെൽപ്പ്, അതെല്ലാവരും സഹായിക്കും. ഇഫ് എവ്രി വൺ ന്യൂ അബൌട്ട് ദിസ് പ്രോബ്ലം, ഈ പ്രോബ്ലത്തെ കുറിച്ച് എല്ലാവർക്കും അറിയുമെങ്കിൽ അത് വളരെ ഉപകാരമായി തീരും. ദെൻ ടുഗെദർ, ഒരുമിച്ച്, ടുഗെദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്, വി കുഡ് വർക്ക് ഔട്ട് എ സൊല്യൂഷൻ, നമുക്ക് ഒരു സൊല്യൂഷൻ, പരിഹാരം, പോംവഴി, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിഹാരം, പോംവഴി നമുക്ക് ഉണ്ടാക്കാം. ദ നെക്സ്റ്റ് ഡേ, പിറ്റേ ദിവസം, Rebecca requested her teacher to give a lesson about the changing weather. പിറ്റേ ദിവസം റെബേക്ക റിക്വസ്റ്റ് ചെയ്തു അവളുടെ ടീച്ചറെ, റിക്വസ്റ്റഡ് ഹെർ ടീച്ചർ ടു ഗിവ് എ ലെസൺ അബൌട്ട് ദ ചേഞ്ചിങ് വെദർ. ഈ കാലാവസ്ഥാ മാറ്റം, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ടീച്ചറോട് അവൾ റിക്വസ്റ്റ് ചെയ്തു. ആൻഡ് ദ ഡാമേജ് ഹ്യൂമൻസ് വർ ഡൂയിങ് ടു നേച്ചർ. മാത്രമല്ല, ഡാമേജ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ, ഗുരുതരമായ ഈ പ്രത്യാഘാതങ്ങൾ, മനുഷ്യന്മാർ പ്രകൃതിയോട് ചെയ്ത ഡാമേജ്, അത് എങ്ങനെയൊക്കെയാണ് പ്രകൃതിയെ മുറിപ്പെടുത്തുന്നത് മനുഷ്യന്മാർ, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ റിക്വസ്റ്റ് ചെയ്തു. ദ ടീച്ചർ ഗ്ലാഡ്ലി ഗേവ് ദം എ ഡീറ്റെയിൽഡ് സെഷൻ ആസ് റിക്വസ്റ്റഡ്. അപ്പോൾ ടീച്ചർക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി. അതാണ് ഗ്ലാഡ്ലി, ഹാപ്പിലി, സന്തോഷത്തോടെ എന്നാണ് അർത്ഥം. ഗ്ലാഡ്ലി, ഹാപ്പിലി, സന്തോഷത്തോടെ ടീച്ചർ എന്ത് ചെയ്തു, ഗേവ് ദം എ ഡീറ്റെയിൽഡ് സെഷൻ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻ, ഒരു ക്ലാസ് നൽകി. ആസ് റിക്വസ്റ്റ് ചെയ്ത പ്രകാരം. അപ്പോൾ റെബേക്ക റിക്വസ്റ്റ് ചെയ്ത പ്രകാരം അത് കേട്ട് അനുസരിച്ച് ടീച്ചർ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. അറ്റ് ദി എൻഡ് ഓഫ് ദ ക്ലാസിന്റെ അവസാനം റെബേക്ക സ്റ്റുഡ് അപ്പ്, റെബേക്ക എഴുന്നേറ്റ് നിന്നു. എന്നിട്ടോ, ഷീ ആസ്ക്ഡ് എവ്രി വൺ ഇൻ ഹെർ ക്ലാസ് ടു ഗോ ഹോം ആൻഡ് ടീച്ച് ദ പാരൻസ് അബൌട്ട് വാട്ട് ദേ ഹാവ് ലേൺഡ്. ഇനി റെബേക്ക ക്ലാസ്സിന്റെ അവസാനം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാണ്, അവരുടെ പാരൻസിനെ നിങ്ങൾ പഠിപ്പിക്കണം, നിങ്ങളുടെ പാരൻസ് നിങ്ങൾ പഠിപ്പിക്കണം അബൌട്ട് വാട്ട് ദേ ഹാഡ് ലേൺഡ്. ഇന്നത്തെ ക്ലാസ്സിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ച കാര്യം വീട്ടിൽ പോയിട്ട് അവരെ പഠിപ്പിക്കണമെന്ന് ഈ ഫ്രണ്ട്സിനോട് റിക്വസ്റ്റ് ചെയ്തു. ഇൻ ജസ്റ്റ് എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ, ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ, എവ്രി വൺ വാസ് ടോക്കിംഗ് അബൌട്ട് ഹൗ ഹ്യൂമൻസ് വർ ബ്രിങ്ങിങ് ഹാം ടു നേച്ചർ. അപ്പോൾ ഈ കുട്ടികൾ സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ പഠിച്ച ഈ ഒരു കാര്യം വീട്ടിൽ പോയിട്ട് പറഞ്ഞപ്പോൾ അവിടെ എല്ലാവരിലും അതൊരു ചർച്ചാ വിഷയമായി. എന്നിട്ട് പറയണം, മനുഷ്യന്മാർ, ഹ്യൂമൻസ് വർ ബ്രിങ്ങിങ് ഹാം ടു നേച്ചർ, പ്രകൃതിക്ക് മനുഷ്യന്മാരൊക്കെ എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് ഈ ആൾക്കാരൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അവരതിനെക്കുറിച്ച് ബോധേഡായി. വാട്ട് ഡിഡ് റെബേക്ക ആസ്ക് എവ്രി വൺ ഇൻ ഹെർ ക്ലാസ് ടു ഡു. താഴെ കൊടുത്ത ചോദ്യം ഇതാണ്. റെബേക്ക എന്താണ് എല്ലാവരോടും ചോദിച്ചത്, ആസ്ക് ചെയ്ത് അവരോട് പറഞ്ഞെന്താണ്, വീട്ടിൽ പോയിട്ട് ചെയ്യാൻ എന്താ പറഞ്ഞത്, നമുക്കിവിടെ കാണാം. റെബേക്ക ആസ്ക്ഡ് എവ്രി വൺ ഇൻ ഹെർ ക്ലാസ് ടു ഗോ ഹോം ആൻഡ് ടീച്ച് ദെയർ പാരൻസ് അബൌട്ട് വാട്ട് ദേ ഹാഡ് ലേൺഡ് ഇൻ ദ ക്ലാസ്. കണ്ടോ, ഫുൾ സ്റ്റോപ്പ്. ഇത്രയാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് നോക്കാം. One day, the elders in a village held a meeting to talk with Rebecca about what could be done to help nature. ഒരു ദിവസം ദി എൽഡേഴ്സ്, മുതിർന്ന ആൾക്കാരൊക്കെ, ഇൻ ഹെർ വില്ലേജ്, മസായിലെ അവരുടെ മുതിർന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, ഹെൽഡ് എ മീറ്റിംഗ്, ഒരു മീറ്റിംഗ് കൂടി, ടു ടോക്ക് വിത്ത് റെബേക്കയോട് സംസാരിക്കാൻ. കാരണം റെബേക്ക എന്താണ്, നല്ല മെച്യൂർഡ് ആയിട്ടുള്ള ഗേളാണ് അല്ലേ. കാരണം മറ്റാരും, മുതിർന്നവർ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ചിന്തിക്കുകയും കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ ഒരു പെൺകുട്ടിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ മീറ്റിംഗ് നടത്തുകയാണ്.
to talk with Rebecca about what could be done to help nature. പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവർ ചിന്തിച്ചു. The problem they faced was so big. അവർ ഫേസ് ചെയ്ത അഭിമുഖീകരിച്ച ഈ ഒരു പ്രശ്നം വളരെ വലുതായിരുന്നു. Let's write a letter to the president of Kenya, one of the elders said. അപ്പോൾ ഒരു മുതിർന്ന ആൾ പറഞ്ഞു, നമുക്ക് പ്രസിഡന്റ്, കെനിയയുടെ പ്രസിഡന്റ്, രാജ്യത്തിൻ്റെ പ്രസിഡന്റിന് കത്തെഴുതിയാലോ. ഹി നീഡ്സ് ടു നോ ദാറ്റ് വി കനോട്ട് ലിവ് വിത്തൗട്ട് റെയിൻ. പ്രസിഡന്റ് മനസ്സിലാക്കട്ടെ, മഴയില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. Then maybe he will implement laws to stop harming nature. അങ്ങനെ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് മനസ്സിലായാൽ അദ്ദേഹം എന്ത് ചെയ്യും? പ്രസിഡന്റ് പ്രകൃതിയെ നശിപ്പിക്കുന്ന കാര്യങ്ങളെ നിയമപരമായിട്ട് നിരോധിക്കും. അതായത് പിന്നെ ജനങ്ങൾ എന്ത് ചെയ്യില്ല, പ്രകൃതിയെ നശിപ്പിക്കില്ല എന്നവർ കണക്കൂട്ടി. റെബേക്ക took the letter and shared it with her classmates. അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ട് റെബേക്ക അത് ക്ലാസ്മേറ്റ്സിന് ഷെയർ ചെയ്തു. They asked their family members to sign their names at the bottom to show their support. നമുക്കറിയാം, പല മന്ത്രിക്കൊരു നിവേദനം മറ്റൊക്കെ തയ്യാറാക്കുമ്പോൾ ജനങ്ങളുടെ ഒപ്പ് ശേഖരണമൊക്കെ. അപ്പോൾ അതേപോലെ എന്താണ്, എല്ലാ ഫാമിലിയിൽ എല്ലാവരോടും അതിനെ താഴെ ഒപ്പിടാൻ പറഞ്ഞു. അവരുടെ സപ്പോർട്ട് ഇത്രയും പേര് അതിനെ അനുകൂലിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ നെയ്റോബി എന്ന് പറഞ്ഞാൽ കെനിയയുടെ തലസ്ഥാനം കേട്ടോ. കെനിയയുടെ ഏറ്റവും വലിയ സിറ്റിയാണ്, അതുപോലെ തന്നെ ഏറ്റവും വലിയ ഇതിൻ്റെ തലസ്ഥാനം കൂടെയാണ് നെയ്റോബി. ഈ നെയ്റോബി അവിടെയാണ് പ്രസിഡന്റ് ഉള്ളത്. ദ പ്രസിഡന്റ് റെഡ് ദ ലെറ്റർ ഫ്രം ദ മസായി കമ്മ്യൂണിറ്റി. മസായി കമ്മ്യൂണിറ്റി എന്നുള്ള ഈ ലെറ്റർ പ്രസിഡന്റ് വായിച്ചു. ഹി റിസീവ്ഡ് മെനി അതർ ലെറ്റേഴ്സ്. ഇനി ഈ ലെറ്റർ മാത്രമല്ല, ഒരുപാട് ലെറ്റേഴ്സ് പ്രസിഡന്റിന് കിട്ടിയിട്ടുണ്ട്. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ കിട്ടി. ഫ്രം അതർ പാർട്സ് ഓഫ് ദ കൺട്രി ടു. കെനിയയുടെ മറ്റു ഭാഗങ്ങൾ, അതായത് മസായി മാത്രമല്ലോ, വേറെ ഒരുപാട് പ്രദേശങ്ങളുണ്ട്. സോ അവിടെ നിന്നുള്ള ലെറ്റേഴ്സൊക്കെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഐ നീഡ് ടു ഹെൽപ്പ് കെനിയ ടു പ്രൊട്ടക്ട് നേച്ചർ. പ്രകൃതിയെ സംരക്ഷിക്കാൻ ഞാൻ കെനിയയെ സപ്പോർട്ട് ചെയ്യണം എന്ന് പ്രസിഡന്റ് ചിന്തിക്കുകയാണ്. ഹി തോട്ട്, അദ്ദേഹം ചിന്തിച്ചു. ദ പ്രസിഡന്റ് ആസ്ക്ഡ് ഹിസ് കൺട്രിമെൻ ടു പ്ലാന്റ് ട്രീസ് ഔട്ട്സൈഡ് ദ ഹോംസ്. അപ്പം അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ജനങ്ങൾ, കെനിയയുടെ ജനങ്ങൾ, അതാണ് കൺട്രിമെൻ. തൻ്റെ രാജ്യത്തെ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? ടു പ്ലാന്റ് ട്രീസ്, മരം കുഴിച്ചിടാൻ, തൈകൾ കുഴിച്ചിടാൻ, ഔട്ട്സൈഡ് ദെയർ ഹോംസ്, വീടിൻ്റെ പുറത്ത് തൈകൾ കുഴിച്ചിടാൻ പറഞ്ഞു. ഇൻ ദ മസായി കമ്മ്യൂണിറ്റി എവ്രി വൺ അഗ്രീഡ് ടു പ്ലാന്റ് എ ട്രീ ഔട്ട്സൈഡ് ദെയർ ഹോം. അവർ വീടിൻ്റെ പുറത്ത് അവർ നാട്ടിൽ തന്നെ അവർ മരങ്ങൾ കുഴിച്ചിട്ടു. ഓക്കെ, റെബേക്ക ആൻഡ് ഹെർ മദർ ഡഗ് എ ഹോൾ ടുഗെദർ. അങ്ങനെ റെബേക്കയും അവളുടെ അമ്മയും കൂടെ ഡഗ് എന്ന് പറഞ്ഞാൽ കുഴിച്ചു. ഇനി കുഴി ഉണ്ടാക്കുന്നതിന് ഡിഗ്, DIG എന്നാ പറയുക. ഡിഗ് കുഴിക്കുക, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഡഗ് കുഴിച്ചു. എ ഹോൾ ടുഗെദർ, അങ്ങനെ ഒരു കുഴി അവർ കുഴിച്ചു. ഹോൾ കുഴി കുഴിച്ചു. ആൻഡ് പ്ലാന്റഡ് എ സീഡ്ലിംഗ്, ചെറിയ ഇതൊരു തയ്യെ അവർ കുഴിച്ചിട്ടു. ഇനിയൊരു 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. Why did the elders of the Maasai community write a letter to the president of Kenya? So, why did, എന്തുകൊണ്ടാണെന്ന് അർത്ഥം കേട്ടോ. why did എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് മസായി കമ്മ്യൂണിറ്റിയിലെ മുതിർന്നവർ പ്രസിഡന്റിന് ഒരു ലെറ്റർ എഴുതിയത്? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? ദി എൽഡേഴ്സ് ഓഫ് ദ മസായി കമ്മ്യൂണിറ്റി റോട്ട് എ ലെറ്റർ. റൈറ്റ് എന്നല്ല, പിന്നെ ആൻസർ ചെയ്യുമ്പോൾ റോട്ട് എന്ന് വരും കേട്ടോ, എഴുതിയതാണ്. റോട്ട് എ ലെറ്റർ ടു ദ പ്രസിഡന്റ് ഓഫ് കെനിയ to remind him the importance of averting the climate change. ക്ലൈമറ്റ് ചേഞ്ചിനെ മാറ്റം വരുത്തേണ്ടതിൻ്റെ ആവശ്യകതയെ കുറിച്ചിട്ടും, അതേപോലെ തന്നെ ദ സ്കാസിറ്റി ഓഫ് വാട്ടർ, ദ സ്കാസിറ്റി ഓഫ് റെയിൻ, ഇതിൻ്റെയൊക്കെ ഇത് കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ആവശ്യകതയെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ. സോ ദേ റോട്ട് എ ലെറ്റർ ടു റിമൈൻഡ് ദ പ്രസിഡന്റ് ഓഫ് കെനിയ the importance of rain, water and the importance of averting the climate change. ക്ലൈമറ്റ് ചേഞ്ചിനെ മാറ്റേണ്ട അതിൻ്റെ ആവശ്യകതയും അതിനെ തടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് എഴുതിയത്. ഇനി വാട്ട് ഇൻസ്ട്രക്ഷൻസ് ഡിഡ് ദ പ്രസിഡന്റ് ഗേവ് ഹിസ് കൺട്രിമെൻ ടു സേവ് നേച്ചർ. അപ്പോൾ പ്രസിഡന്റ് എന്തെല്ലാം ഇൻസ്ട്രക്ഷൻസ് ആണ് നൽകിയത്, എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നൽകിയത് തൻ്റെ ജനങ്ങളോട്? ടു സേവ് നേച്ചർ, പ്രകൃതിയെ സംരക്ഷിക്കാൻ എന്താ പറഞ്ഞത്? അതിവിടെ ആൻസർ ഉണ്ടല്ലോ, അതവിടെ നോക്കിയാൽ കിട്ടും.
The president asked his countrymen to plant trees outside their homes. കണ്ടോ, ഇത്രയേ ഉള്ളൂ ഇതിന്റെ ആൻസർ. വീടിന് പുറത്താണ് തൈകൾ കുഴിച്ചിടാൻ ജനങ്ങളോട് പറയുകയാണ് പ്രസിഡന്റ് ചെയ്തത്. ഇനി ബാക്കി നോക്കാം. അറ്റ് റെബേക്ക സ്കൂൾ, റെബേക്കയുടെ സ്കൂളിൽ ദ പ്രിൻസിപ്പൽ ഹെൽഡ് ആൻ അസംബ്ലി ടു അഡ്രസ് ദ സ്റ്റുഡൻസ്. ഇവിടെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് എഴുതാ ഒന്നുമല്ല കേട്ടോ. അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അഭിമുഖീകരിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ ഫേസ് ചെയ്യുക. നമ്മൾ അസംബ്ലിയിൽ എന്താണ് അവരെ അഡ്രസ്സ് ചെയ്യുക, അവരോട് സംസാരിക്കൂലേ. സോ ആ സംസാരിക്കുന്നതിനാണ് അഡ്രസ്സ് എന്ന് പറയട്ടോ അവിടെ. സോ അസംബ്ലിയിൽ സംസാരിക്കുകയാണ്. പിന്നെ റെബേക്കയുടെ സ്കൂളിൽ പ്രിൻസിപ്പൽ അസംബ്ലി നടത്തി കുട്ടികളോട് അഡ്രസ്സ് ചെയ്യുന്നു, സംസാരിക്കുന്നു. ഹി ആസ്ക്ഡ് റെബേക്ക ടു സ്റ്റാൻഡ് ബിസൈഡ് ഹിം. പ്രിൻസിപ്പൽ പറയാണ് റെബേക്കയോട്, എൻ്റെ അടുത്ത്, ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികെ, എൻ്റെ അരികെ നിൽക്കുന്നു പറയാം. എന്നിട്ട് പറയാം, പ്രൊട്ടക്ടിങ് ദ എൻവയറൺമെന്റ് ഈസ് എ ബിഗ് ജോബ് ആൻഡ് എവ്രി വൺ ഇൻ ദ വേൾഡ് ഹാസ് ടു ഹെൽപ്പ്. ദ പ്രിൻസിപ്പൽ സെഡ്. പ്രിൻസിപ്പൽ പറയാം, എൻവയറൺമെന്റ്, ഈ പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ളത് അതൊരു വലിയ ജോബ്, വലിയൊരു കൃത്യനിർവഹണമാണ്, വലിയൊരു ചുമതലയാണ്. ആൻഡ് എവ്രി വൺ ഇൻ ദ വേൾഡ് ഹാസ് ടു ഹെൽപ്പ്. ഈ ലോകത്തിലുള്ള എല്ലാവരും എന്ത് ചെയ്യണം, ഇതിനെ ഹെൽപ്പ് ചെയ്യണം. ദ പ്രിൻസിപ്പൽ സെഡ്. പ്രിൻസിപ്പൽ പറഞ്ഞു, ബട്ട് വി വുഡ് ലൈക്ക് ടു താങ്ക് റെബേക്ക ഫോർ ഹെൽപ്പിംഗ് us ലേൺ ആൻഡ് മേക്ക് എ ചേഞ്ച്. എന്നാൽ അതെല്ലാവരുടെയും ഉത്തരവാദിത്തമാണെങ്കിലും നമുക്ക് സ്പെഷ്യലി ഇവിടെ താങ്ക് ചെയ്യണം, നന്ദി പറയണം റെബേക്കയോട്. എന്തിന്? ഫോർ ഹെൽപ്പിംഗ് us ലേൺ. നമ്മളെ പഠിക്കാൻ പിന്നെ റെബേക്കയാണ് സഹായിച്ചത്. അതായത് ഈ ക്ലൈമറ്റ് ചേഞ്ചും സ്കാസിറ്റി ഓഫ് വാട്ടറും ലാക്ക് ഓഫ് റെയിനും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ കണ്ണ് തുറപ്പിച്ചത് ആരാണ്? റെബേക്കയാണ്. ആൻഡ് മേക്ക് എ ചേഞ്ച്, ഈ മാറ്റം എല്ലാം കൊണ്ടുവന്നത് റെബേക്കയാണ്. സോ അതിന് നന്ദി പറയുകയാണ് പ്രിൻസിപ്പൽ. ഇമാജിൻ ഹൗ ബ്യൂട്ടിഫുൾ ദ വേൾഡ് വുഡ് ബി ഇഫ് വി ഓൾ ഹെൽപ്ഡ് അവർ കമ്മ്യൂണിറ്റി. നമ്മുടെ സമൂഹത്തെ നമ്മൾ സഹായിച്ചാൽ, അതുപോലെ എല്ലാവരും അവരവരിൽ നിൽക്കുന്ന സമൂഹത്തെ സഹായിച്ചാൽ ഈ ലോകം എത്ര മനോഹരമായിരിക്കും. ഹി ആഡഡ്, അദ്ദേഹം പറഞ്ഞു. റെബേക്ക ഫെൽറ്റ് വെരി ഹാപ്പി. റെബേക്ക എന്ത് ചെയ്തു? വളരെ സന്തോഷവതിയായി. ഷീ വണ്ടേർഡ്, അവൾ ചിന്തിച്ചു, വാട്ട് ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ് കുഡ് ഡു നെക്സ്റ്റ് ടു ഹെൽപ്പ് നേച്ചർ ആൻഡ് ഹെർ കമ്മ്യൂണിറ്റി. അപ്പം ഇത് കാര്യം ഭംഗിയായിട്ട് നടന്നു, മരങ്ങളൊക്കെ കുഴിച്ചിട്ടു. ഇനി അവൾ ചിന്തിക്കുന്നത് എന്താണ്? ഇനി എല്ലാം കഴിഞ്ഞു എന്ന് വെറുതെ ഇരിക്കല്ല, അവൾക്കും ഫ്രണ്ട്സിനും ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ കൂടുതൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി, ഈ സമൂഹത്തെ, മസായി കമ്മ്യൂണിറ്റിയെ സഹായിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് അവൾ ഇങ്ങനെ ചിന്തിച്ചു. സോ ഈ ലെസൺ ഇവിടെ അവസാനിക്കുന്നു. ഇവിടെ 3 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, പെട്ടെന്ന് വായിച്ചിട്ട് നമുക്കിത് ഇവിടെ നിർത്താം. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, വി വുഡ് ലൈക്ക് ടു താങ്ക് റെബേക്ക സെഡ് ദ പ്രിൻസിപ്പൽ. വൈ? പ്രിൻസിപ്പൽ പറയാണ് നമ്മളെന്താണ് റെബേക്കയെ അവളോട് നന്ദി പറയാം, അവൾക്ക് നന്ദി പറയണമെന്ന് പ്രിൻസിപ്പൽ പറയാൻ കാരണം എന്താ? ബിക്കോസ് എന്തുകൊണ്ടാണ്? ദ പ്രിൻസിപ്പൽ wanted to thank Rebecca because Rebecca took the initiative to plant the trees. അല്ലേ? അതുപോലെ തന്നെ to protect environment, ഈ മരങ്ങൾ കുഴിച്ചിടാനും പ്രകൃതിയെ സംരക്ഷിക്കാനൊക്കെയുള്ള ഇനീഷ്യേറ്റീവ് തുടക്കമെടുത്തത് റെബേക്ക ആയതുകൊണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, റെബേക്ക ഫൗണ്ട് ഔട്ട് സെവറൽ റീസൺസ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. വാട്ട് ആർ ദേ? റെബേക്ക ഒരുപാട് സെവറൽ റീസൺസ്, ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തി ഫോർ ക്ലൈമറ്റ് ചേഞ്ചിലുള്ള കാരണങ്ങൾ. വാട്ട് ആർ ദേ? അവ എന്തെല്ലാമാണ് എന്നുള്ളത് നമ്മൾ തുടക്ക ഭാഗം വായിക്കുന്നുണ്ട്. പീപ്പിൾ കട്ട് ഡൗൺ ട്രീസ് ടു ബിൽഡ് ഹോംസ് ആൻഡ് ബിൽഡിങ്സ്, അല്ലേ? ആ ഭാഗത്ത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ എന്താണ് കാർബസ് ആൻഡ് എയറോപ്ലെയിൻസ് ആർ എമിറ്റിംഗ് പൊല്യൂഷൻസ് ടു ദ നേച്ചർ. ഇതൊക്കെയായിരുന്നു ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. ഇനി സജസ്റ്റ് 2 ആക്ടിവിറ്റീസ് ടു പ്രൊട്ടക്ട് നേച്ചർ. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള 2 ആക്ടിവിറ്റി നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടെ മരങ്ങൾ കുഴിച്ചിടുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി മറ്റെന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് പറ്റും സേവ് വാട്ടർ ബോഡീസ്, പുഴ, അതുപോലെ തന്നെ അരുവികൾ, ഇവയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ എന്താണ് സേവ് വൈൽഡ് ലൈഫ് മറ്റൊന്നാണ്. അതുപോലെ തന്നെ ഡോണ്ട് കട്ട് ട്രീസ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിച്ചാൽ കിട്ടും കേട്ടോ. അത് നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം. സോ ഇവിടെ ഈ ഒരു ക്ലാസ് നിർത്തുകയാണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, വളരെ വ്യക്തമാകുന്ന രീതിയിൽ എല്ലാം കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പോയിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്തോളൂ. എല്ലാ ക്ലാസ്സിലെയും +2 വരെയുള്ള എല്ലാ ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൺസ് ഈ ചാനലിൽ ലഭ്യമാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.